Hi dears, welcome to Easy Maths. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ട്രാൻസ്പോസിങ് മെത്തേഡ് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിന്ന് ആ ട്രാൻസ്പോസിങ് മെത്തേഡ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് NCERT ബുക്കിൽ ക്ലാസ് 8 ചാപ്റ്റർ നമ്പർ 2 പേജ് നമ്പർ 22 അതിലത്തെ എക്സാമ്പിൾ 1 ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് 2x - 3 = 7. അതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അതായത് 2x - 3 = 7 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിളിൻ്റെ സൈഡ് അവിടെ തന്നെ നിൽക്കണം, അതുപോലെ തന്നെ നമ്പേഴ്സിനെ വേറെ സൈഡിലാക്കണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ വേരിയബിളിൻ്റെ കൂടെ, ഇവിടെ വേരിയബിൾ എന്താണ്? എക്സ് ആണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ കൂടെ കോഎഫിഷ്യൻ്റായ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊരു ടേമാണ് അല്ലേ? അപ്പോൾ ആ ടേമിനെ അങ്ങനെ തന്നെയാണ് ആദ്യം നിർത്തുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ സൈഡിലുള്ള എന്താണ് 7 എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ? എന്തിനാണ് ട്രാൻസ്പോസ് ചെയ്യേണ്ടത്? ഈ സബ്സ്ട്രാക്ഷനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താവും? അത് അഡീഷൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ 3യും പോവും അല്ലേ അങ്ങോട്ട്. അപ്പോൾ എന്തായി? 2x = 7 + 3 എന്നായി അല്ലേ? 7 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 ആണ്. അപ്പോൾ 2x എന്ന് പറയുന്നത് 10 എന്ന് കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ നമുക്ക് എഗെയിൻ ഇതിനെ സെപ്പറേഷൻ ആക്കണം. അപ്പോൾ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം നമ്മൾ? 2 × x ആണ് അല്ലേ? 2 × x = 10 ആണ്. അപ്പോൾ x 10 ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? 10 എഴുതി, പിന്നെ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ അല്ലേ? എന്താണ്? 2 × ആണ്. അപ്പോൾ /2 വന്നു അല്ലേ? അപ്പോൾ 10 / 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് കിട്ടി? x = 5. അപ്പോൾ ഈ 2x - 3 = 7 എക്സിൻ്റെ വാല്യൂ 5 ആണ് കിട്ടിയില്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഏരിയയിൽ ഇതിൻ്റെ LHS = RHS ആണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അങ്ങനെ വെരിഫൈ ചെയ്താൽ മാത്രമാണ് എന്താണ് നമുക്ക് ആൻസർ ശരിയാണോ എന്ന് അറിയുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതായത് x = 5 അല്ലേ കിട്ടിയത്? അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് 5 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × x ആണ് അല്ലേ? എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 5. 2 × 5 - 3 = 7. ഇങ്ങനത്തെ ഫോമിൽ വന്നു അല്ലേ? അപ്പോൾ 2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10 - 3 അല്ലേ? അപ്പോൾ വന്നത്. അപ്പോൾ 10 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 ആണ്. അപ്പോൾ നമുക്ക് എന്തായി? LHS 7 എന്ന് കിട്ടി അല്ലേ? ഇനി RHS എന്താണ്? ഓൾറെഡി 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? LHS = RHS ആയി അല്ലേ? അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ LHS = RHS ആയാൽ മാത്രമാണ് ആ പ്രോബ്ലം ശരിയായൊന്ന് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആയോ? ഇനി എക്സാമ്പിൾ 2 എന്താണ്? സോൾവ് 2y + 9 = 4. 2y + 9 = 4 അല്ലേ? ഇതിൽ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 × y ഒരു ടേമാണ് അല്ലേ? അപ്പോൾ നമുക്ക് 2y എഴുതി ഈക്വൽസ് എന്ത് എഴുതി? അപ്പുറത്തെ സൈഡിൽ 4 ഉണ്ട്. ഇനി എന്താണ് നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാനുള്ളത്? +9 അല്ലേ? +9 അങ്ങോട്ട് പോകുമ്പോൾ -9 ആയി. അപ്പോൾ എന്താണ്? 2y = 4 - 9 ആയി. 4 - 9 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക? ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടണം അല്ലേ? ഇതിൽ ബിഗ് എന്താണ്? 9 ആണ്. അപ്പോൾ 9 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ് അല്ലേ? ഇതിൽ ബിഗ് നമ്പർ എന്താണ്? 9. 9ൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 2y = -5 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? വൈയുടെ വാല്യൂ കാണാം അല്ലേ? അപ്പോൾ വൈനെ തന്നെ അവിടെ നിർത്തിയിട്ട് അപ്പുറത്ത് -5 വന്നു അല്ലേ? അപ്പോൾ 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × y ആണ്. അപ്പോൾ 2 × അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? /2 ആവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5/2 കിട്ടി. ക്ലിയർ ആയോ? ഇനി നമുക്കിത് എന്ത് ചെയ്യണം? വർക്ക് ഏരിയയിൽ കറക്റ്റ് ആണോ എന്ന് നോക്കണം അല്ലേ? അതായത് വൈയുടെ വാല്യൂ -5/2 ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2 × -5/2. ഓക്കെ, അത് ബ്രാക്കറ്റ് ഇട്ടു, കാരണം വൈയുടെ വാല്യൂ അല്ലേ? അപ്പോൾ ഈ -5/2 എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ -5/2 + 9 = 4 അല്ലേ? ഇനി നമുക്ക് LHS ചെയ്ത് നോക്കാം. 2 × -5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തൂടെ? 2 × -5/2 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വന്നു? -5 + -5 + 9 വന്നു അല്ലേ? -5 + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്യണം. എന്താണ് 9 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ് അല്ലേ. അത് കഴിഞ്ഞാൽ ബിഗിൻ്റെ സൈൻ ഇതെന്താണ് പോസിറ്റീവാണ്. അപ്പോൾ 4 തന്നെയാണ് ആൻസർ വരിക അല്ലേ. അപ്പോൾ LHS നമുക്ക് 4 കിട്ടി. RHS എന്താണ് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽസ് RHS അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത പ്രോബ്ലം എക്സാമ്പിൾ 3. സോൾവ് x/3 + 5/2 ഈക്വൽസ് -3/2. അപ്പോൾ എന്താണ് x/3 + 5/2 ഈക്വൽസ് -3/2 അല്ലേ. ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വേരിയബിളിൻ്റെ സൈഡ് അല്ലേ. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മാത്രമല്ല x/3 ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു ടേം ആണ് അല്ലേ. അപ്പോൾ അതിനവിടെ നിർത്തി x/3 ഈക്വൽസ് എന്ത് എഴുതി? അപ്പുറത്ത് എന്താണ് ഉള്ളത്? -3/2 അല്ലേ. അതവിടെ എഴുതി. പിന്നെ എന്ത് ചെയ്യണം? പ്ലസ് 5/2നെയാണ് അങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അല്ലേ. അപ്പോൾ ഈ 5/2 എന്ന് പറയണത് പ്ലസ് കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അതൊരു ടേം അല്ലേ. അപ്പോൾ നമ്മൾ ആ ടേമിനെ അങ്ങനെ തന്നെയാണ് ട്രാൻസ്പോസ് ചെയ്യുക. അതായത് -3/2 അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ പ്ലസിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താവും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ആവും അല്ലേ. -5/2. ക്ലിയർ ആയോ? 5/2 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇതൊരു ടേമാണ്. ആ ടേമിനെ അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? സൈനിൽ മാറ്റം വരും അല്ലേ. അഡീഷൻ എന്നുള്ളത് സബ്ട്രാക്ഷൻ ആയിട്ട് മാറി. ഇനി നമുക്ക് ചെയ്തൂടെ? അതായത് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഡയറക്റ്റ് മൈനസ് ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2 എഴുതി. ഇനി എന്താണ് നമുക്ക് വരിക? -3 - 5 അല്ലേ. അപ്പോൾ സെയിം സൈൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ആ സൈൻ തന്നെയാണ് വരിക അല്ലേ. എന്താ ചെയ്യുക? 3 + 5 അല്ലേ. 3 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പോൾ -8/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അതിനെ പിന്നെ നമുക്ക് കട്ട് ചെയ്തൂടെ? -8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ൽ 2 പ്രാവശ്യം എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 4 എഴുതാം. പിന്നെ -8 കാരണം -4 എന്ന് കിട്ടും. അതായത് x/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എന്ന് കിട്ടി അല്ലേ. ഇനിയപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ എക്സിനെ മാത്രം അവിടെ നിർത്തി ഈക്വൽസ് എന്താണ് അപ്പുറത്തുള്ളത്? 94. അപ്പോൾ 94 എന്ത് ചെയ്തു? ഈ 3 ÷ 3 അല്ലേ. ഈ ÷ 3നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അത് മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. അപ്പോൾ 94 × 3 ആയിട്ട് മാറും. അപ്പോൾ -4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12 ആണ് അല്ലേ. നെഗറ്റീവ് ആയ കാരണം നെഗറ്റീവ് കിട്ടും. -12 ആണ് നമ്മുടെ ആൻസർ. അതായത് x ഈക്വൽസ് -12. ഓക്കെ. അപ്പോൾ നമുക്കിനി എക്സിൻ്റെ വാല്യൂ -12 എന്ന് കിട്ടിയപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ -12 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് -12 ÷ 3 + 5/2 ഈക്വൽസ് -3/2 അല്ലേ. അപ്പോൾ -12/3 എന്നും + 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ. അപ്പോൾ നമ്മളതിനെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 3ക്കും 2നും കോമൺ ഫാക്ടർ ഇല്ലാത്ത കാരണം 3 × 2 6 ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ -12/3യുടെ ഡിനോമിനേറ്റർ 6 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? × 2 × 2 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? -12 × 2 ചെയ്യണം അല്ലേ. അതായത് -12 × 2. അതുപോലെ തന്നെ 3 × 2. 3 × 2 ഓൾറെഡി 6 നമ്മൾ കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ -12 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -24 പ്ലസ് 5/2ൻ്റെ ഡിനോമിനേറ്റർ 6 ആക്കണ്ടേ. അതിൽ 2നെ 6 ആക്കണേ × 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററേയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ 5 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ആണ്. 2 × 3 എന്നുള്ളത് 6 ആണ്. അത് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ -24 + 15/6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഡിനോമിനേറ്റർ എഴുതി. -24 + 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് സൈൻ ആണ് അല്ലേ. അപ്പോൾ ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്യണം. 24 - 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് അല്ലേ. പിന്നെ ബിഗിൻ്റെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ -9/6 കിട്ടി. -9/6 എന്ന് കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഇനി ഇതിൽ കട്ട് ചെയ്യാനുള്ളത് ലോവസ്റ്റ് ഫോം ആക്കണം നമ്മൾ. അപ്പോൾ എന്താണ്? -9/6ൽ കോമൺ ആയിട്ടുള്ളത് 3 ആണ് അല്ലേ. അപ്പോൾ -9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ 6നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 9 ÷ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. നെഗറ്റീവ് ആയാലും നെഗറ്റീവ് കിട്ടും. പിന്നെ 6 ÷ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഓക്കെ. അപ്പോൾ -3/2 കിട്ടി അല്ലേ. എന്ത്? LHS. അപ്പോൾ നമ്മൾ RHS എന്താണ്? -3/2 അല്ലേ. അപ്പോൾ LHS ഈക്വൽസ് RHS എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയല്ലേ. എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? -12 അല്ലേ. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ശരിയാണ്. ക്ലിയർ ആയോ? ഇനി എക്സാമ്പിൾ 4. സോൾവ് 15/4 - 7x = 9.
15/4 മൈനസ് 7x ഈക്വൽസ് 9 അല്ലേ. ഇതിൽ നമ്മൾ വേരിയബിളിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് മറ്റേ സൈഡിലേക്ക് നമ്പേഴ്സ് കൊണ്ടുപോകണം അല്ലേ. ഇവിടെ വേരിയബിൾ എന്താണ്? എക്സ് ആണ്. എക്സിൻ്റെ കൂടെ എന്തുണ്ട്? കോയിഷ്യൻ്റ് ആയിട്ട് 7 ഉണ്ട് അല്ലേ. അതുകൂടാണ്ട് അതിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ -7x അവിടെ നിർത്തിയിട്ട് മറ്റേ സൈഡിൽ എന്താണ്? 9 അങ്ങനെ തന്നെ എഴുതി. പിന്നെ നമുക്ക് 15/4 ട്രാൻസ്പോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. 15/4 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ടേം ആണ് അല്ലേ. അപ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ സൈൻ നോക്കണം. അതിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -15/4 എന്നല്ലേ. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 9 - 15/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM കണ്ടിട്ട് 9ൻ്റെ ഡിനോമിനേറ്റർ 4 ആക്കണം അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യും? കോമൺ 4 എഴുതി. 9ൻ്റെ ഡിനോമിനേറ്റർ 4 ആക്കണമെങ്കിൽ 9 × 4 അല്ലേ. 9 × 4 എന്താണ്? 36 മൈനസ് 15ൻ്റെ ഓൾറെഡി 4 ഡിനോമിനേറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 15 എഴുതി. ഇനി എന്ത് ചെയ്തു? 36 മൈനസ് 15 ചെയ്യൂ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? 6 - 5 1 ആണ്. 3 - 1 2 ആണ് അല്ലേ. അപ്പോൾ 21 ആണ് കിട്ടുക. അപ്പോൾ 21 ആണ്. 21/4 എന്ന് കിട്ടി അല്ലേ. -7x ഈക്വൽസ് 21/4 നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുകൂടെ. അപ്പോൾ എക്സിനെ മാത്രം ഇവിടെ നിർത്തി. ഈക്വൽസ് അപ്പുറത്തെ സൈഡിൽ എന്താണ്? 21/4 അല്ലേ. ഇനി എന്താണ് ട്രാൻസ്പോസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്? -7 അല്ലേ. അപ്പോൾ -7x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -7 × x ആണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് പറഞ്ഞാലും x × -7. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു -7നെ ട്രാൻസ്പോസ് ചെയ്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും അല്ലേ. അപ്പോൾ ഡിവൈഡ് -7. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 21/4. ഡിവിഷനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്തിട്ട് അടുത്ത ടേമിൻ്റെ റെസിപ്രോക്കൽ കാണും അല്ലേ. -7ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? -1/7 ആണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തോട്ടെ. 7 × 3 ആണ് 21. അപ്പോൾ 7ൽ 1ഉം 21ൽ 3ഉം അല്ലേ. അപ്പോൾ 3/4 × -1 ആയി. അപ്പോൾ എന്താണ് ആൻസർ വരിക? ന്യൂമറേറ്റേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ 3 × -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആണ്. ഡിവൈഡഡ് ബൈ 4 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈനലി? x ഈക്വൽസ് -3/4 കിട്ടി അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മുടെ സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ എക്സ് എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ -3/4 നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കണം അല്ലേ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്നറിയുള്ളൂ. അപ്പോൾ 15/4 മൈനസ് 7 എക്സിൻ്റെ വാല്യൂ അല്ലേ -3/4 അല്ലേ ഈക്വൽസ് 9. അപ്പോൾ നമുക്ക് ചെയ്യാം. 15/4 മൈനസ് 7 × -3 എന്ന് പറഞ്ഞാൽ എന്താണ്? -21 ആണ് അല്ലേ. ബൈ 4 കിട്ടി. ഇനി എന്താണ്? 15/4 മൈനസ് -21/4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെങ്ങനെ ചെയ്യാം? 15/4 അഡീഷൻ ആക്കി മാറ്റും അല്ലേ. അഡീഷൻ ആക്കി പിന്നത്തെ ടേമിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാനല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ -21/4ൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ 21/4 ആയി അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ കിട്ടിയത്? 15. എന്ത് ചെയ്യും? 5 + 1 6 ആണ്. 2 + 1 3 ആണ് അല്ലേ. അപ്പോൾ 21 + 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 കിട്ടി. അപ്പോൾ 36/4. ഇനി ഇതിനെ ഷോർട്ടസ്റ്റ് ഫോം ആക്കിക്കൂടെ? എന്താണ് പോകുന്നത് കോമൺ ആയിട്ട്? 9 × 4 ആണ് 36. അതുപോലെ തന്നെ 4ൽ 1 അല്ലേ. അപ്പോൾ 9 × 4/4 ആവും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക? 9 ആണ് അല്ലേ. അതായത് നമുക്ക് LHS 9 കിട്ടി. അത് തന്നെയല്ലേ RHSഉം 9 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് പറയാം LHS ഈക്വൽസ് RHS അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ -3/4 നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണെന്ന് പറയാം അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എക്സാമ്പിൾ 1 2 3 4. അതെല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.